Good morning. Good morning. Good morning. Hello. Morning, Miss. Good morning, Miss. Good morning, all. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ട്. Yes, Miss. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് Miss. Please respond. Good morning, Miss. Yes, Miss. കേൾക്കാൻ ക്ലിയർ ആണ്. When we stopped in the last session, we completed Must. modal verbs, right? Yes, Miss. അത് ഞാൻ ക്ലാസ്സിലില്ലായിരുന്നു. Yes, Miss. Must. Prohibitions വരെ പഠിച്ചു. We must വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. Okay. We move on to the next session, that is semi-modals. അല്ലേ? അടുത്തത് semi-modals ആണ്. First we begin with the dare. What is the meaning of dare? Dare എന്ന് വെച്ചാൽ എന്താണ്? അവിടെ. What is the meaning of dare? THERE അല്ല Miss. അവിടെ. സ്റ്റാർട്ട് ചെയ്യുന്നത് dare. What is the meaning of dare? എവിടെയാണ്? അവിടെ. there. അവിടെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ ബേസി പറയുന്നേ? Yes, Miss. കേൾക്കാം. കേൾക്കാനില്ല. Dare. What is the meaning of dare? എവിടെയാണ്? ടീച്ചർ പോയോ? Excuse me. Please respond. Yes, Miss. കേൾക്കാം. Nisha, are you saying something? Miss. കേൾക്കാൻ പറ്റുന്നുണ്ട്. No, I'm not asking where. WHERE അല്ല മിസ് ചോദിക്കുന്നേ. Dare. D-A-R-E. D-A-R-E. Nisha, something is saying but it's not audible. Okay? Okay, Miss. Just wait. Miss പോയോ? പോയി. പോയി. മിസ്സിനെ കാണുന്നില്ല. പോയി. പോയോ മിസ്? മിസ് പോയി. അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് ഇല്ലേ അപ്പൊ? വെള്ളം കുടിക്കാൻ പോയായിരിക്കും. അറിയില്ല. അവിടെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അത് കഴിയുമ്പോൾ മിസ് വരും. കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. ടീച്ചർ വന്നു. കേൾക്കുന്നുണ്ടോ ഇപ്പോ? കേൾക്കുന്നുണ്ട് ടീച്ചറെ. കേൾക്കാം. കേൾക്കുന്നുണ്ട് മിസ്. മിസ്സിനെ കാണുന്നില്ല മാത്രമേ ഉള്ളൂ. ടീച്ചറിനെ കാണുന്നില്ല, പക്ഷെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പം കേൾക്കുന്നുമില്ല. മിസ്സിനെ കാണുന്നില്ല.
കേൾക്കുന്നുണ്ട് മിസ് പറഞ്ഞപ്പോ. മിസ് പോയപ്പ ഇപ്പൊ മിസ് പോകും. പ്രോബ്ലം ഉണ്ട്. ഓക്കെ. അത് ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. മിസ് പോയാ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോയി. എപ്പ ഇപ്പം പറഞ്ഞായിരുന്നു, താൻ കേട്ടില്ലയോ? ഞാൻ കേട്ട് ഞാൻ എപ്പ ടീച്ചറിൽ എത്താനാണ് ചോദിച്ചത്. ക്ലാസ്സില്ലേ? ഓരോരുത്തരെ എഴുതി വിടുന്നുണ്ടല്ലോ, ക്ലാസ് ക്ലിയർ ആവുന്നില്ല. ടീച്ചർ വന്നിട്ടില്ല, വരുന്നുള്ളൂ. എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പറയുന്നത്. ഡൗട്ട്സ് ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. ടീച്ചറെ പോയാ? ടീച്ചർ മ്യൂട്ട് ചെയ്തേക്കുവാണ്. ടീച്ചർ മ്യൂട്ട് ചെയ്തിട്ട് ടീച്ചറും പോയി. ഇപ്പം ടീച്ചർ പോയി. begin the class. There means ധൈര്യപ്പെടുക അല്ലെ? ധൈര്യപ്പെടുക. Dare. What is the meaning of dare? D-A-R-E. D-A-R-E. Dare. Okay. ധൈര്യപ്പെടുക. ധൈര്യപ്പെടുക എന്നാണ് മീനിങ്. Okay. Clear ആണോ? ധൈര്യപ്പെടുക. Dare is used in the sense of, I'll show you the screen. സ്ക്രീൻ കാണുന്നില്ല മാം. Wait for a second. സ്ക്രീൻ കാണുന്നില്ലല്ലോ മാം. If you have to say something, please text me, okay? Then semi-modals. We begin with semi-modals. First we start with dare, D-A-R-E, dare. ടീച്ചർ കാണുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ? ഇപ്പം കാണാം. ഓക്കെ മിസ്. Clear? Can you ഓക്കെ see it now? മിസ്. Excuse ഇപ്പൊ me. ഓക്കെ. Can you see it now? ഓക്കെ. ഇപ്പൊ കാണാം മിസ്, കേൾക്കാം. ക്ലിയർ ആയി മാം. We begin with dare. Dare means what? ധൈര്യപ്പെടുക, മുതിരുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഡയർ ഉപയോഗിക്കുന്നത്. കോമൺ ആയിട്ട് നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ നമ്മൾ ഡയർ ഉപയോഗിക്കുന്നത്. Dare. Okay. Dare is used in the sense of defy, challenge, face boldly. ധൈര്യപ്പെടുക, മുതിരുക, റെസിസ്റ്റ് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ dare ഉപയോഗിക്കുന്നത്. You can note down that dare is used in the sense of defy, challenge, face boldly. ധൈര്യത്തോടെ നേരിടുക, ചെയ്യാൻ മുതിരുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? dare ഉപയോഗിക്കുന്നത്. Then how dare you go? നമ്മൾ ചോദിക്കാറുണ്ട്. How dare you go? Tom, if you want to say something, please text me. Okay, text me. I can't hear what you are saying. Okay, how Madam. dare you go? How dare you go? What is the meaning of that? നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? How dare you go there alone? നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ, അവിടെ പോകാൻ എങ്ങനെ ധൈര്യമുണ്ടായി? Say question. ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ നമ്മൾ ചോദിക്കുന്നത്. How dare you go there alone? നിനക്ക് അവിടെ ഒറ്റയ്ക്ക് പോകാൻ എങ്ങനെ ധൈര്യമുണ്ടായി? How dare you? എങ്ങനെ ധൈര്യമുണ്ടായി എന്നുള്ള മീനിങ്. ഓക്കെ, how dare you? എങ്ങനെ ധൈര്യമുണ്ടായി? നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. How dare you enter my room without my permission?
നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? എന്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്റെ റൂമിൽ കയറുവാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഹൗ ഡെയർ യു? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ക്ലിയർ ആകുന്നില്ല? മിസ് പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കാം മിസ്. Yes. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നു. കേൾക്കാം. ഓക്കെ. Then how dare you means എങ്ങനെ ധൈര്യമുണ്ടായി അല്ലെ? dare എന്ന് വെച്ചാൽ എന്താണ്? ധൈര്യം ധൈര്യം. എടുക്കുക, മുതിരുക, എന്തെങ്കിലും ചെയ്യാൻ മുതിരുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ dare ഉപയോഗിക്കുന്നു. dare, D-A-R-E. Okay, D-A-R-E, dare ഉപയോഗിക്കുന്നു. Then go if you dare. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ പോകൂ എന്ന് പറയും. Go, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പോകൂ. Go if you dare. Okay. Go if you dare. Come alone if you dare. നമുക്ക് പറയാം. Come alone. ഒറ്റയ്ക്ക് വരൂ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് വാ. Come alone. നീ ഒറ്റയ്ക്ക് വാ. Come alone if you dare. നമ്മൾ പറയാം അല്ലേ? Then next one is you dare to see the film alone. നിനക്ക് ഒറ്റയ്ക്ക് കാണാൻ ധൈര്യം ഉണ്ടായി അല്ലേ? ക്രിസ്റ്റീന, please check your internet connection. All are having problem? Stuck? Clear അല്ലേ? വിട്ടുവിട്ട് പോകുന്നുണ്ടോ? Okay, Nisha, please wait. Wait ചെയ്യണം. Check ചെയ്യണം. അവിടെ മേഡം അവിടുത്തെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കാനാണ് സാധ്യത. മിസ്സിന്റെ കുഴപ്പമല്ല, അവിടുത്തെ ഇഷ്യൂസ് ആയിരിക്കാം കേട്ടോ. ചിലപ്പം ക്രിസ്റ്റീനയുടെ അവിടുത്തെ എന്തെങ്കിലും കുഴപ്പമായിരിക്കാനാണ് സാധ്യത കേട്ടോ. മിസ്സിന്റെ ക്ലാസ് ക്ലിയർ ആവുന്നുണ്ട്. ആ കുട്ടിയുടെ ഇഷ്യൂസ് ആവുള്ളൂ, സ്റ്റക്കായി പോണത്. അതന്നെ മിസ് പോയാ പഠിക്കും. Excuse me, ഇത് എങ്ങനെയുണ്ട്? ക്ലിയർ ആണോ? ആ ക്ലിയർ ആണ് ടീച്ചറെ. Okay, Nisha. We കുട്ടിയുടെ continue. മാത്രമേ ഉള്ളൂ പ്രശ്നം. Okay. Then there is used in the sense of defy, challenge, face boldly. Okay, so many examples we give. And can you give me some examples? Please text me. Give me some examples. Times in there. There ഉപയോഗിച്ച് examples. How dare you come here? You dare to see the film alone. നിനക്ക് ഒറ്റയ്ക്ക് കാണാൻ ധൈര്യം ഉണ്ടായി എന്നുള്ള മീനിങ്ങില്. Then you dare go there alone. Okay. എനിക്ക് പോകാൻ ധൈര്യമുണ്ട്. How can we say? എനിക്ക് അവിടെ പോകാൻ ധൈര്യമുണ്ട്. How can we say? എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് അവിടെ പോകാൻ ധൈര്യമുണ്ട്. Can you make it try? എനിക്ക് അവിടെ പോകാൻ ധൈര്യമുണ്ട്. ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമുണ്ട്. How can we say that? I am dare to go there alone. Isha, please text me. If you want to say, please text me.
എനിക്ക് പോകാൻ ധൈര്യമുണ്ട്. എങ്ങനെ പറയാം? ഐ ഡെയർ ഗോ. ഓക്കെ, ഐ ഡെയർ ഗോ. എനിക്ക് അവിടെ പോകാൻ, ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമുണ്ട്. എനിക്ക് അവിടെ ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമുണ്ട്. How can we say that? I dare, sorry, I dare, yes, I dare. I dare go there alone. ഓക്കെ, എനിക്ക് ധൈര്യമുണ്ടെന്നുള്ള മീനിങ്ങിലാണ് ഡെയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡെയർ മീൻസ് എനിക്ക് ധൈര്യപ്പെടുക, എന്തെങ്കിലും ചെയ്യാൻ ധൈര്യപ്പെടുന്നു, അല്ലെ ധൈര്യമുണ്ടെന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഡെയർ ഉപയോഗിക്കുന്നത്. ആ ഐ ഡെയർ ഗോ ദർ അലോൺ. ഓക്കെ, ഐ ഡെയർ, എനിക്ക് ധൈര്യമുണ്ട്. ഐ ഡെയർ ഗോ ദർ അലോൺ. യു ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, ഐ ഡെയർ ഗോ ദർ അലോൺ. Then മനസ്സിലാവുന്നുണ്ടോ? ഐ ഡെയർ ഗോ ദർ അലോൺ. എനിക്ക് ധൈര്യമുണ്ട്, അവിടെ പോകാൻ, ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമുണ്ട്. എനിക്ക് പോകാൻ ധൈര്യമില്ല, എങ്ങനെ പറയും? How can we say that? Negative form. എനിക്ക് അവിടെ ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമില്ല. How can we make it to the negative form? How can we change? Jovi, it's not clear. I can't hear you. Some problem is there. So please text me. What do you want to say? Please text me. It is a negative form. I daren't. Okay, I daren't. D-A-R-E-N-T. Okay, the contraction of, okay, contraction of dare not. Daren't ഉപയോഗിക്കുന്നു. I daren't go there alone. Very good. I daren't. Okay, understand? I daren't go there alone. എനിക്ക് അവിടെ പോകാൻ ധൈര്യമില്ല. ക്ലിയർ ആണോ? ഡെയർ, daren't ഉപയോഗിക്കുന്നു. കോൺട്രാക്ഷൻ ഓഫ് ഡെയർ നോട്ട് ആണ് daren't. മനസ്സിലായോ? എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ല, എങ്ങനെ പറയാം? എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ല. Okay, Nasri. I daren't face him. Very good. I daren't. Okay, ധൈര്യമില്ല. I daren't. മനസ്സിലായോ? ഡെയർ മീൻസ് ധൈര്യപ്പെടുക, ചെയ്യാൻ, അല്ലെ മുന്തിരിക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഡെയർ ഉപയോഗിക്കുന്നത്. അതിന്റെ നെഗറ്റീവ് ഫോം daren't or dare not. I daren't face him. I daren't go there alone. I daren't ഉപയോഗിക്കുന്നു കേട്ടോ. Then എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുവാൻ ധൈര്യമില്ല, അവിടെ ഒറ്റയ്ക്ക് ഉറങ്ങുവാനുള്ള ധൈര്യമില്ല. How can we say that? I daren't sleep I dare sleep alone. alone. I daren't I daren't sleep alone. Very good, alone. Tanya. Very good. I daren't. Very good. I daren't sleep alone. Okay. എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങുവാനുള്ള ധൈര്യമില്ല. Okay, fine. I daren't sleep alone. എനിക്ക് രാത്രിയിൽ നടന്നു പോകാനുള്ള ധൈര്യമില്ല. I daren't walk alone at night. Huh? I daren't walk alone at night. Now please text me. I daren't walk at night. We can say that. I daren't walk. Walk W-A-L-K. Walk at night. I daren't walk at night. എനിക്ക് ഒറ്റയ്ക്ക് നടക്കുവാനുള്ള ധൈര്യമില്ല. രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കുവാനുള്ള ധൈര്യമില്ല. Clear ആണോ? Dare. I daren't walk at night. Okay, I daren't. Clear ആണോ? I daren't walk at then I daren't walk at night.
How dare you go? നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? Okay, how dare you go? നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? Yes. Then ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്നെ ചോദ്യം ചെയ്യുവാൻ നിനക്ക് ധൈര്യമുണ്ടായോ? നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? എന്നെ ചോദ്യം ചെയ്യുവാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? എങ്ങനെ ചോദിക്കാം? How dare you question me? എങ്ങനെ ധൈര്യമുണ്ടായി? എന്നെ ചോദ്യം ചെയ്യുവാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? How dare you question me? You can ask. How dare you question me? നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? How dare you question me? നിനക്ക് എന്നെ അങ്ങനെ വിളിക്കുവാൻ എങ്ങനെ ധൈര്യമുണ്ടായി? How dare you call me so? നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? How dare you call me so? How dare you call me so? ഇത്രയും ക്രൂരമായി എന്നോട് പെരുമാറുവാൻ എങ്ങനെ ധൈര്യമുണ്ടായി? എങ്ങനെ ധൈര്യമുണ്ടായി? How dare you behave so cruelly? Okay, how dare you behave? B-E-H-A-V-E, behave, പെരുമാറുക. How dare you behave so cruelly? നിനക്ക് എങ്ങനെ പെരുമാറുവാൻ എങ്ങനെ ധൈര്യമുണ്ടായി? How dare you behave me so? Behave me so. How dare you behave me so? നിനക്ക് ഇങ്ങനെ പെരുമാറുവാൻ എങ്ങനെ ധൈര്യമുണ്ടായി? അങ്ങനെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഡെയർ ഉപയോഗിച്ച് പറയാം. ക്ലിയർ ആണോ? ഡെയർ ക്ലിയർ ആണോ? Dare is used in the sense of defy, challenge, face boldly. ധൈര്യപ്പെടുക, മുതിരുക എന്നുള്ള how dare you. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. ലൈക്ക് ദിസ് ഒന്നും വരത്തില്ലേ. Then next one is need. What is the meaning of need? What is the ആവശ്യം. meaning of need? ആവശ്യമുള്ള. Can you say what is the meaning? What is the difference between need and want? W-A-N-T. വേണം അല്ലെങ്കിൽ ആവശ്യം. വ്യത്യാസം എന്താണെന്ന് പറയാമോ? വേണം അല്ലെങ്കിൽ ആവശ്യം. No need to say. Okay. വേണം അല്ലെങ്കിൽ ആവശ്യം. In the next class we will discuss that. Okay. Here, what is the meaning of need? Necessity. അല്ലെ? Require something. ആവശ്യകത. അല്ലെ? ആവശ്യകത. Necessity. Obligation. What is the meaning of obligation? Yes, good. Nisha, you right. Aവശ്യം. Yes, necessity. Very good. Then obligation. What is the meaning of obligation? Already we discussed it before. Obligation. What is the meaning of obligation? Yes, liability. We have to do something. It's our duty. Yes. And here, to express necessity, we use need. Okay, we ചെയ്യേണ്ടതായുണ്ട്. You need to do regular exercise. Need to do. നീ ചെയ്യേണ്ടതായുണ്ട്. It's your requirement. You have to do something. You need to do something. Okay, you need to do regular exercise. Okay, നീ സ്ഥിരമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. Regular exercise ചെയ്യേണ്ടതായിട്ടുണ്ട്. It's important for your health. It is needed for your health. Regular exercise is required for your health. നിന്റെ ആരോഗ്യത്തിന് വേണം എന്ത്? റെഗുലർ എക്സസൈസ് ആവശ്യമാണ്. Needed. അത്യാവശ്യമാണ്. Okay? Needed. We need to protect our aged parents. It's our obligation. നമ്മളുടെ റൈറ്റ് ആണ്, നമ്മുടെ ഡ്യൂട്ടി ആണ് എന്ത്? നമ്മുടെ ഏജ് പാരന്റ്സിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. It's our obligation. Clear ആണോ? Yes, ma'am. Obligation. Yes, We miss. need to protect our aged parents. നമ്മളുടെ റൈറ്റ് ആണ് അല്ലേ? നമ്മളുടെ obligation means
നമ്മള് കടമകളാണ് കേട്ടോ, ചുമതലകളാണ്. ഓക്കെ, ചുമതലകളാണ് കേട്ടോ. Our responsibilities. We have to do. We have to protect our country. We have to save our environment. Sorry, we need to do that. We need to do that. ആവശ്യമാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. It's our obligation. Can you give me some examples by using need? Need ഉപയോഗിച്ച് എന്തെങ്കിലും examples പറയാമോ? I need your help. അല്ല, എനിക്ക് നിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. I need your help. He needs your help. He വന്നപ്പോ needs വന്നു. Singular subject ആണ്. He needs your help. He needs your help. I need your help. എനിക്ക് നിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. ക്ലിയർ ആണോ? മീൻസ് എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം മീൻസ് നീഡ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ ഒന്നുകൂടെ പറയാമോ മീൻസ്? I need to learn English. അല്ലേ? I need to learn English. I need to sleep. I need to sleep. Okay. Then I need to talk to you. എനിക്ക് നിന്നോട് സംസാരിക്കണം. I need to talk to you. It's very important. I need to talk to you. Right now, I need to talk to you. It's very important. It's very urgent. ആവശ്യകത. Okay, ആവശ്യമാണ്. Okay, she needs to talk to you. She needs. Singular subject വന്നപ്പോ needs ഉപയോഗിച്ചു. Needs. She needs. She needs to talk to you. Can you give me some examples by using need? Need ഉപയോഗിച്ച് എന്തെങ്കിലും examples? Give me some examples by using need. Anyone please type some examples. We need to eat more vegetables. Okay, we need to ആവശ്യമാണ് നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, കഴിക്കേണ്ടത് ആവശ്യമാണ്. We need to eat. We need to include more vegetables in our daily needs. These plants need water. Very good. Very good. Plants need water to grow. Yes. Requirement ആണ് അല്ലേ? ആവശ്യമാണ്. പ്ലാന്റ്സിന് വെള്ളം ആവശ്യമാണ് വളരാൻ. Very good. Plants need water to grow. Very good. Then try. We need to protect our motherlands. We need to, it's our obligation, our responsibility. All the citizens need to pay the tax. Tax അടക്കേണ്ടതാണ്. Human beings need air to breathe. Very good. Human beings need air to breathe. ആവശ്യമാണ്, അത്യാവശ്യമാണ് നമ്മൾ. We can't survive without breathe, without air. അല്ലെ? എയർ ഇല്ലാണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് it's our requirement. We need air to breathe. Very good. We need. Okay, for our survival, it is needed. നമുക്ക് ജീവിക്കാൻ വേണ്ടി അത്യാവശ്യമാണ് air. Okay, what is the difference between need and want? Can you say that? Need ഉം want ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? പറയുമോ? Can you give me some example by using this? What is the difference? Anyone?
Human beings need to be necessary love. Is a desire. What means is a desire? What do you want to become in future? What is your ambition? Then how can you answer that? What is your ambition? How can you say? My ambition is I want to become dash. Okay, I want to become a teacher. I want to become a, it's my desire. It's my wish. It's my desire. I need. Yes. It's my desire. It's my desire. Okay. Want to I want to buy a new car. It's my desire. My wish and agrahamana. I need to buy a new car. Sorry, I want to buy a new car. Okay. Our basic requirement in the need of use for it. Want and then I want to eat a burger. I want to eat a pizza. I want to eat a pizza. Okay, it's my desire. It's my desire. And agrahamana. Want and style. Need much of a basic requirement. Basic need. I need some water. Okay, I need some water. Miss, There are okay, miss. Yes, I want to go for a trip. It's my desire. Yes, that's the difference between need and want. There are no. Here, need we use to express necessity. Okay, to obligation or obligation. Okay, you need to do some exercise. He needs to consult a doctor. He needs to consult a doctor. Okay, I feel, okay, he seems to be very tired. He seems to be very tired. He needs to consult a doctor. It's necessary. Okay, then you need to consult a doctor before taking medicine. Medicine you need to consult a doctor. Miss, Okay, you need to consult a doctor before taking medicine. Miss, Necessary. You need to obey your parents, obey your age hospital. parents, obey the words of your children. Students need to obey the words of your teachers. It's your obligation. It's your duty. Clear or no? Need. Miss, ശരിയാണോ? Then, what is a negative? Needn't. നീ പോകേണ്ട കാര്യമില്ല. അവിടെ നീ പോകേണ്ട ആവശ്യമില്ല. എങ്ങനെ പറയാം? Needn't go. Stuck ആയോ? Okay. Just a second. പുസ്തകത്തിലല്ല മിസ്. Clear ആണോ? Yes, good. Nisha. മിസ് ഞങ്ങൾക്ക് വേറുണ്ട് അവിടുത്തെ കുഴപ്പം കുട്ടിയുടെ കുഴപ്പം എനിക്കുള്ളൂ. With me. എന്റെ കൂടെ നീ വരേണ്ട ആവശ്യമില്ല. I go alone. Okay. You needn't come with me. എന്റെ കൂടെ വരണ്ട. You needn't go there. നീ പോകേണ്ട ആവശ്യമില്ല. Need ഉപയോഗിക്കുന്നുണ്ട്. Negative form of need. Needന്റെ negative form ആണ് needn't, need not. Okay. Need not. Needn't. Contraction of need not is needn't. You needn't go there. Then can you give me some examples by using needn't? Needn't based examples on പറയാം. Then നീ ബുദ്ധിമുട്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല. എങ്ങനെ പറയാം? നീ വിഷമിക്കേണ്ട കാര്യമില്ല. I need go to school. Yes, you needn't worry. Okay, you needn't worry. You need not worry about this matter. Okay, you needn't worry. Needation, V1 form on it.
You needn't worry. You needn't consume soft drinks. Very good. You needn't consume. അല്ലെ, ചെയ്യേണ്ട കാര്യമില്ല, നീ ചെയ്യേണ്ട ആവശ്യമില്ല. It may harm your health. Okay. You needn't consume soft drinks. You needn't worry about my situation. അതിന്റെ ആവശ്യമില്ല. Okay. Then നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നികുതി I കൊടുക്കേണ്ട ആവശ്യമില്ല. need your homework. You needn't help me. I'll manage it. Okay, you needn't help me. I need your homework. ആവശ്യമില്ല. എനിക്ക് സഹായം വേണ്ട. എനിക്ക് നീ എന്നെ സഹായിക്കേണ്ട ആവശ്യമില്ല. Then ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ പറയാം? എങ്ങനെ പറയാം? We needn't give tax. We need not pay tax. Very good. We needn't pay tax. Very good. Then നീ അയാൾക്ക് കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ പറയാം? അതിന്റെ ആവശ്യമില്ല. നീ അയാൾക്ക് കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ പറയാം? You needn't give him bribe. B-R-I-B-E. Bribe. B-R-I-B-E. You needn't give him bribe. You needn't give him bribe. അതിന്റെ ആവശ്യമില്ല. കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. പറയാം. You needn't give him bribe. Okay, needn't ഉപയോഗിച്ച് ആവശ്യമില്ല, കാര്യമില്ല, ചെയ്യേണ്ടതില്ല, ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള മീനിങ്ങിൽ നമ്മൾ നീഡിന്റ് ഉപയോഗിച്ച് പറയുന്നു. We needn't give any attention to his advice. അവന്റെ അഡ്വൈസിന് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. We needn't ask anyone's advice. നമ്മൾ ആരുടെയും ഉപദേശം തേടേണ്ട ആവശ്യമില്ല. ആരുടെയും ഉപദേശം. We needn't I needn't do my homework. I needn't. അതിന്റെ ആവശ്യമില്ല. I needn't do my homework. Okay. I needn't. ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. I needn't do my homework. Okay. അങ്ങനെ Then you needn't give a penny more. ഒരു പൈസ പോലും നീ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. You needn't give a penny. P-E-N-N-Y. Penny. More. ഒരു പൈസ പോലും കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. You needn't pay him. You needn't give him a penny more. Okay. Needn't ഉപയോഗിച്ച് നമ്മൾ എക്സാമ്പിൾസ് കുറെ കണ്ടു. Then next one is how to make a question by using need. Need I, need be. Need I say more? ഞാൻ കൂടുതലായി സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? Need I say more? Need I come tomorrow? ഞാൻ നാളെ വരേണ്ട കാര്യമുണ്ടോ? ഞാൻ നാളെ വരേണ്ടതായിട്ടുണ്ടോ? വരേണ്ട ആവശ്യമുണ്ടോ? Need I come tomorrow? Need I go with him? ഞാൻ അവന്റെ കൂടെ പോകേണ്ടതായുണ്ടോ? Need I go with him? Need we wait for you? ഞങ്ങൾ നിനക്കായി കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടോ? Need we wait for you? അതിന്റെ ആവശ്യമുണ്ടോ? Need we, need I ഉപയോഗിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ yes or no ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഓക്കെ. Need I give tax? ഞാൻ കൊടുക്കേണ്ടതായുണ്ടോ? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? Need I give tax? Okay. Need I do night duty? ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള മീനിങ്ങില് Need I do? ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? Need I do it? Okay. Then okay, need I, need you, need be,
ഓക്കെ, നീ പോകേണ്ടതായിട്ടുണ്ടോ? നീഡ് യു ഗോ ദർ? നീ അവിടെ പോകേണ്ടതായിട്ടുണ്ടോ? നീഡ് യു ചോദിക്കാം. ഓക്കെ, then need clear ആണോ? The use of need to express necessity, to say about obligation, we use need ഉപയോഗിച്ച് പറയുന്നു. Okay, is it clear? Clear ആണോ? അത്യാവശ്യം, നമ്മൾ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ, then നമ്മുടെ ഡ്യൂട്ടീസ്, responsibilities, we need to protect our country. Okay, you need to obey your parents. Okay, need to ഉപയോഗിച്ച് പറയാം. It's our duty. Then needn't, you needn't go. നീ പോകേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമുക്ക് no need of ഉപയോഗിക്കാം. No need of. Okay, no need of going that place. അവിടെ പോകേണ്ട ആവശ്യമില്ല. ആ സ്ഥലത്ത് പോകേണ്ട. You no need of worrying about me. നീ എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. No need of worrying about me. No need of thinking about that matter. ആ കാര്യത്തെ കുറിച്ച് വിചാരിക്കേണ്ട കാര്യമില്ല. No need of. You needn't worry. നീഡിന് പകരമായിട്ട് നമ്മൾ no need of ഉപയോഗിച്ച് പറയുന്നു. No need of. ക്ലിയർ ആണോ? നീഡിന് പകരമായിട്ട് no need of ഉപയോഗിക്കാം. No need of going that place. No need of going there. No need of worrying about this matter. Clear ആണോ? No need of ഉപയോഗിക്കുന്നത്. നീഡിന് പകരം instead of needed we can use no need of. Clear? Today we discussed about dare. What is the meaning of dare? Okay, in the sense of defy, challenge, face only we use dare. Dare ഉപയോഗിച്ച് നമ്മൾ ധൈര്യപ്പെടുക, ചെയ്യാൻ, മുതിരുക എന്നുള്ള മീനിങ്ങിൽ നമ്മൾ dare ഉപയോഗിക്കുന്നു. Okay, go if you dare. ധൈര്യം ഉണ്ടെങ്കിൽ പോകൂ. Come along if you dare. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവാ എന്നുള്ള മീനിങ്ങിൽ നമ്മൾ dare. I dare it face him. എനിക്ക് അവനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. Okay, you dare to see the film alone. നിനക്ക് ധൈര്യം ഉണ്ടായി, അല്ലെ? ധൈര്യപ്പെട്ടു എന്നുള്ള മീനിങ്ങിൽ. നിനക്ക് ഒറ്റയ്ക്ക് സിനിമ കാണാനുള്ള ധൈര്യം ഉണ്ടായി എന്നുള്ള മീനിങ് നമ്മൾ ഉപയോഗിക്കുന്നു. Okay, you dare see the horror films alone. Okay, you dare ധൈര്യം ഉണ്ടായോ എന്നുള്ളൊരു മീനിങ്ങിൽ കേട്ടോ. Dare to see the ധൈര്യപ്പെട്ടു എന്നുള്ള മീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നു. Then next one is negative form daren't. I daren't face him. Okay, I daren't go there alone. We daren't watch horror films. ധൈര്യമില്ല. Okay, we daren't watch horror films. Okay, daren't, negative meaning. Then need, the use of need to express necessity, obligation, use need. Need. Then you need consult, you need my help. നിനക്ക് എൻ്റെ help ആവശ്യമാണ്. You need my help. You can ask. You need my help. I need your help. You can ask. Then you need to do a regular exercise. You need to do regular exercise. ചെയ്യേണ്ടതായുണ്ട്, ആവശ്യമായുണ്ട്. അതിന്റെ ഹെൽത്തിന് റെഗുലർ എക്സസൈസ് ആവശ്യമുണ്ട്. You need to do that. You need to pay more attention to your kids, your children. You need to pay more attention, to give more attention. You need to concentrate more on your subject. You need to concentrate. You needn't hurt anyone. You needn't hurt anyone. ആരെയും വേദനിപ്പിക്കരുത്. You need it. Okay, then നീഡിന് പകരമായിട്ട് no need of ഉപയോഗിക്കുന്നു. No need of, നീഡിന് പകരം no need of ഉപയോഗിച്ച് പറയുന്നു. Then നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നീഡ് ഉപയോഗിച്ച് need I say more? Need we wait for you? Need you accompany with me? You can ask. Clear ആണോ? Is it clear?
ക്ലിയർ ആണോ? ഇപ്പോഴും വിട്ടുവിട്ടാണോ കേൾക്കുന്നത്? ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. Okay, the next one is used to. Next one is used to. എപ്പോഴാണ് നമ്മൾ used to ഉപയോഗിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ used to ഉപയോഗിക്കുന്നത്? To express habitual action in the past. What is habitual action? Habitual action. What is habitual action? അതായത് പാസ്റ്റിൽ നടന്നിരുന്ന ഒരു ആക്ഷൻ. Habitual action means ഒരു ശീലം. നമുക്ക് പാസ്റ്റില് before. Okay, in the past we continue a habit. We have ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. We had a habit in the past. നമുക്കുണ്ടായിരുന്നു ഒരു ഹാബിറ്റ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഒരു ശീലം ഉണ്ടായിരുന്നു, നമ്മൾ ഒരു കാര്യം സ്ഥിരമായി ചെയ്തിരുന്നു. Okay, we used to do that in the past, but now it's not continuing. It's not happening now. ഇപ്പൊ പ്രസന്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ആ ശീലമില്ല. We use that. Used to ഉപയോഗിച്ച് പറയുന്നു. He used to smoke, but now he doesn't smoke now. അവൻ നേരത്തെ പുകവലിക്കുമായിരുന്നു. He used to smoke before when he was young. He used to smoke, but currently, but now he doesn't smoke. അവൻ ചെയ്യുന്നില്ല. Okay, to express habitual action in the past, we use used to. Used to ഉപയോഗിച്ച് പറയുന്നു. I used to run fast. ഞാൻ സ്പീഡിൽ ഓടുമായിരുന്നു. ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഓടുമായിരുന്നു. ബട്ട് നൗ ഐ കാൻറ്റ്. പക്ഷെ എനിക്കിപ്പോ പറ്റില്ല. ഇപ്പൊ എനിക്ക് അതിന് സാധിക്കുന്നില്ല. ഓക്കെ, I used to run fast. നേരത്തെ ഞാനത് ചെയ്തിരുന്നു, പക്ഷെ എനിക്കിത് കഴിയുന്നില്ല. ഇപ്പോൾ എനിക്കത് കഴിയുന്നില്ല. We used to meet at the park every day. പാർക്കിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടാറുണ്ടായിരുന്നു ഞങ്ങൾ. Okay, we used to meet at the park every day. എല്ലാ ദിവസവും ഞങ്ങൾ കണ്ടുമുട്ടുമായിരുന്നു. Okay, നേരത്തെ സംഭവിച്ചിരുന്ന കാര്യങ്ങൾ, പക്ഷെ അത് ഇപ്പോ നടക്കുന്നില്ല. We used to. He didn't used to talk to anyone. അവൻ നേരത്തെ ആരോടും സംസാരിക്കില്ലായിരുന്നു അല്ലെ. അധികം he didn't used to ഉപയോഗിക്കുന്നു. നെഗറ്റീവ് ഫോം അല്ലെ. used to നെഗറ്റീവ് ഫോം ആണ് എന്ത്? He didn't used to talk to anyone. അവൻ ഇപ്പോൾ ആരോടും സംസാരിക്കുന്നില്ല. നേരത്തെ അവൻ സംസാരിക്കുമായിരുന്നു, പക്ഷേ now he doesn't. അവനത് ചെയ്യുന്നില്ല. Okay, he didn't used to talk to anyone. നേരത്തെ ചെയ്യില്ലായിരുന്നു, പക്ഷെ അവൻ ഇപ്പോ ചെയ്യുന്നു എന്നുള്ള മീനിങ്ങിലാണ് ഇവിടെ വരുന്നത് കേട്ടോ. നേരത്തെ അവൻ ചെയ്യില്ലായിരുന്നു. He didn't used to talk to anyone. ഇപ്പൊ അവൻ ചെയ്യുന്നു എന്നുള്ള മീനിങ്ങിൽ നെഗറ്റീവ് ഫോം ഉപയോഗിക്കുന്നു. നേരത്തെ അവൻ ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. നേരത്തെ അവൻ ചെയ്യില്ലായിരുന്നു, പക്ഷെ അവൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ആ മീനിങ്ങിലും നമ്മൾ യൂസ് ടു അല്ലെങ്കിൽ ഡിഡിന്റ് യൂസ് ടു ഉപയോഗിക്കുന്നു. Did you used to visit the sick? It's a question. എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. Did you used to visit the sick? Sick people നീ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. Did you used to visit? Did you used to go to library? നീ പോകാറുണ്ടായിരുന്നോ ലൈബ്രറിയിൽ? Did you used to read aloud? നീ കൂടുതൽ വായിക്കുമായിരുന്നോ? ഓക്കെ, നേരത്തെ ഇത് നടന്നിരുന്നു. used to ഉപയോഗിച്ച് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? Can you give me some examples by using used to? Used to ഉപയോഗിച്ച് കുറച്ച് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ചെയ്യോ? Used to നേരത്തെ ഉണ്ടായിരുന്ന ശീലങ്ങൾ അല്ലെ. In the past habitual action. To express a past habitual action we use used to. നമുക്ക് നേരത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാം അല്ലെ. We used to meet him on that way, on the way to home. I used to walk daily. Okay, I used to walk daily. ഞാൻ നേരത്തെ സ്ഥിരമായി നടക്കുമായിരുന്നു. I used to do exercise regularly. Okay, I used to do exercise. Yes, very good. He used to dance beautifully. Years before,
Years before, she used to dance very beautifully, very well. She danced. Ella used to dance very well. He used to sing very beautifully earlier. Okay? He used to sing beautifully earlier. അവൻ ചെയ്തിരുന്നു, നന്നായി പാടിയിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഇല്ല. Okay, now he does it. അവനത് ചെയ്യുന്നില്ല. Now he does it. I used to sing. Yes, good. I used to sing. ഞാൻ നേരത്തെ നന്നായി പാടിയിരുന്നു അല്ലേ? I used to sing. Used to be. She used to do yoga. Very good. Very good. She used to do yoga. But now she doesn't. She doesn't get the time to do it. അവൾക്ക് ചെയ്യാനുള്ള സമയമില്ല. She doesn't get the time to do it. Clear ആണോ? Used to clear ആയോ? Clear ആയോ? പതിവായി ചെയ്തിരുന്ന ഒരു കാര്യം, നേരത്തെ പതിവായി ചെയ്തിരുന്ന ഒരു കാര്യം. I used to play. Yes, I used to play guitar. I used to play violin. Okay, I used to play football. Yes. Clear ആണോ? നെഗറ്റീവ് ഫോം ആണ് നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു? ഞാൻ നേരത്തെ ചെയ്തിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നു എന്നുള്ള മീനിങ് she did it. Okay, she didn't used to sing earlier. She didn't used to sing. അവൾ പാടിയിരുന്നില്ല, പക്ഷേ now she does. Okay, പക്ഷെ അവൾ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അവൾ ചെയ്യുന്നുണ്ട്. നേരത്തെ അവൾ ചെയ്തിരുന്നില്ല. She didn't used to. She didn't used to. Okay, she didn't used to. നേരത്തെ അവൾ ചെയ്തിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അവൾ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഞാൻ നേരത്തെ ധാരാളം വായിച്ചിരുന്നു. എങ്ങനെ പറയാം? I used to read a lot earlier. I used to read a lot. I used to go to church. Then used to. Clear ആണോ? Is it clear? Tell me. Yes, I used to play game. Yes, good. He didn't smoke earlier. Yes, very good. He didn't used to smoke earlier. 11 പതിവായി സ്മോക്ക് ചെയ്തിരുന്നില്ല. But now he do. അവൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. But now he does. Okay, ഇപ്പോൾ അവൻ ചെയ്യുന്നു. Now he does. നിങ്ങൾ സ്ഥിരമായി പടം കാണാറുണ്ടായിരുന്നോ? എങ്ങനെ ചോദിക്കാം? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെ ചോദിക്കാം? കാണാറുണ്ടായിരുന്നോ? അപ്പൊ എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യും? She didn't. True, but now she do. She didn't used to draw. Didn't used to draw. Okay. Didn't used to draw ആണ് പറഞ്ഞത് കേട്ടോ. He didn't used to drink. Used to. ന് ശേഷം എപ്പോഴും നമ്മൾ വേറെ ഇൻഫിനിറ്റീവ്, അതായത് ബേസ് മെയിൻ വെർബ് ആണ് ഉപയോഗിക്കുന്നത്. റൂട്ട് ഫോം ഓഫ് ദ വെർബ് given form ആണ്. ന് ശേഷം she didn't used to വരും കേട്ടോ. She didn't used to draw, but now she does. Okay. Then she didn't. നേരത്തെ അവൾ ആരെയും മൈൻഡ് ചെയ്യില്ലായിരുന്നു. എങ്ങനെ പറയാം? I used to drink. Yes, I used to consume alcohol. I used to do that. Then അടുത്ത നോക്കിക്കേ, അവൾ നേരത്തെ ആരെയും മൈൻഡ് ചെയ്യില്ലായിരുന്നു. എങ്ങനെ പറയും? She didn't used to mind anyone. പതിവായി ചെയ്തിരുന്ന കാര്യങ്ങളാണ്. She didn't. അവൾ ചെയ്തില്ലായിരുന്നു. അവൾ ആരെയും മൈൻഡ് ചെയ്യില്ലായിരുന്നു. She didn't. നെഗറ്റീവ് ആണ്.
അവൾ ആരെയും നോക്കിയില്ലായിരുന്നു. She didn't mind anyone. She didn't mind anyone. She didn't used to mind anyone. Sorry, she didn't used to mind anyone. ആ സംഭവത്തിന് ശേഷം അയാൾ ചിരിക്കാറില്ലായിരുന്നു. എങ്ങനെ പറയാം? I used to do my homework regularly. I used to drink. Yes, I used to drink. I used to do my homework. I used to do homework. She didn't bother anything about anything. She didn't bother, or you can use she didn't used to bother about anything. She didn't used to. അവൾ നേരത്തെ ആ സ്വഭാവം അവൾക്കില്ലായിരുന്നു. മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് വിഷമിക്കുന്ന ആ ഒരു ഇത് അവൾക്ക് ആ ഒരു ശീലം അവൾക്കില്ലായിരുന്നു. ആ ഒരു സ്വഭാവം അവൾക്കില്ല. She didn't used to bother. ടൂവിന് ശേഷം എപ്പോഴും നമ്മൾ വേറെ ഇൻഫിനിറ്റീവ് വരും കേട്ടോ. അതായത് മെയിൻ വർക്ക് വരും. ടൂവിന് ശേഷം bother about anything, about anyone. ആരെ കുറിച്ചും അവൾ bother ചെയ്യുമായിരുന്നു. Can say that. Okay. If you have any doubts related to this topic, goes to their need, we'll discuss it the next class. Okay. Because so many problems during today's class, there are so many problems. I do agree with you. Okay. നിങ്ങൾ പറയുന്നൊന്നും മിസ്സിന് കേൾക്കുന്നില്ല. Some issues. So we'll revise it again in the next class. If you have any doubts. Okay, meet you in the next class. So thank you so much. Wind up now. Okay, have a nice day to all. Thank you, Miss. Thank you, Miss.